ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എവറിഡേ ഹീറോസ് എന്ന ചാപ്റ്ററാണ്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണിത്. ഇതൊരു പോമാണ്. എവറിഡേ ഹീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ദിവസത്തെയും നായകന്മാർ അല്ലേ? യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ ദേ വിൽ ബി ദെയർ വെൻ ദേ ഗെറ്റ് ദ കോൾ. നിങ്ങൾ എല്ലാ ദിവസവും ചിലപ്പോൾ അവരെ കാണും, യൂണിഫോമിൽ കാണും, യൂണിഫോം അല്ലാതെയും കാണും. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഒരു കോൾ ചെന്നാൽ അവരവിടെ വേഗം എത്തും. ആ സ്ഥലത്തേക്ക്, ആ സ്പോട്ടിലേക്ക് അവർ വേഗം എത്തും. നോ ടോക്സ് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്, എ സിമ്പിൾ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്റ്റ് ദാറ്റ് ദേ ഡിസേർവ്. ഒരു മഹത്വത്തിൻ്റെ ഒരു വാചകങ്ങളോ അവർ പറയില്ല. ഞങ്ങൾ രക്ഷിച്ചു എന്നുള്ളൊരു മഹത്വ പറച്ചിലോ പൊങ്ങച്ചം പറച്ചിലോ ഇല്ല. ഞങ്ങൾ അപകടത്തിലാണ് പോയി ചാടിയാണ് നിങ്ങളെ രക്ഷിച്ചത് എന്നുള്ളൊരു ഇതില്ല. പക്ഷേ അവർക്ക് ആകെ ഉള്ളൊരു മോട്ടോ എന്താണ്? അവരുടെ ഒരു തൊഴിലിലുള്ളൊരു ഇതെന്താണ്? പ്രൊട്ടക്ഷൻ ആൻഡ് സെർവ്, നമ്മളെ സംരക്ഷിക്കുക, നമ്മൾക്ക് സഹായങ്ങൾ ചെയ്യുക, നമുക്ക് സേവനം ചെയ്യുക. അതാണ് അവരുടെ ഒരു തൊഴിലിലുള്ള ഡിവോഷൻ. അവർക്ക് ഭക്തി പോലെ തന്നെ ഉള്ളതാണ് പ്രൊട്ടക്ഷൻ ആൻഡ് സർവീസ്. റെസ്പെക്റ്റ് ദാറ്റ് ദേ ഡിസേർവ്. അപ്പോൾ അവർ ഡിസേർവ് ചെയ്യുന്ന എന്താണ്? ബഹുമാനമാണ് നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം. ഇനി ഇത് ആരെപ്പറ്റിയാണ് ഈ പറയണത്? ദീസ് ആർ എവറിഡേ ഹീറോസ്, ദീസ് മെൻ ആൻഡ് വിമൻ ഇൻ ഹ്യൂ. അതായത് ഇവരാണ് എല്ലാ ദിവസത്തെയും നായകന്മാർ. ഈ പുരുഷന്മാരും സ്ത്രീകളും. ഒരു ഹ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഷ് കളർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഗ്രേഷ് കളറിലുള്ള ഇവർ, അതായത് ഇവരുടെ യൂണിഫോമിനാണ് ഈ പറയണത്. ഈ കാക്കി കളർ യൂണിഫോം ഉണ്ടല്ലോ, ആ യൂണിഫോമിലുള്ള സ്ത്രീകളും പുരുഷന്മാരും, അതായത് പോലീസുകാരെയാണ് ഇവർ ഈ കവി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ വർക്കിംഗ് ഡോഗ്സ്, ദേ ആർ ഹീറോസ് ടു. പോലീസിൻ്റെ കൂട്ടത്തിൽ നായികളും ഉണ്ടാവുമല്ലോ, പോലീസ് നായികൾ. അപ്പോൾ അവരെയും മറക്കരുത്, അവരും ഹീറോസ് ആണെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. നോ ദാറ്റ് ഇഫ് യു നീഡ് ദം, എ ഹീറോ വിൽ ബി നിയർ ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് എവേ ദ ഫിയർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു നായകനോ നായികയോ എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ടാകും. നിങ്ങൾക്ക് ഏതാണൊരു കഠിനമായ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, ആ സമയത്ത് നിങ്ങളെ ഭയത്തിൽ നിന്നും മുക്തരാക്കാൻ വേണ്ടിയിട്ട്, ഭയം മാറ്റി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഹീറോ, ഒരു നായകനോ നായികയോ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകും. റോബർട്ട് ലോങ്ലി എന്ന് പറഞ്ഞ പോയറ്റാണ് ഈ പോം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പോയം പറഞ്ഞിരിക്കുന്നത് പോലീസുകാരെക്കുറിച്ചാണ്. വനിതാ പോലീസുകാരും പോലീസിനെ കുറിച്ചും പോലീസ് നായ്ക്കളെക്കുറിച്ചും ഒക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഫയർ ഫൈറ്റേഴ്സിനെയൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കാരണം അവരും നമ്മളെ ഒരു അപകടഘട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ വരുന്ന ആൾക്കാരാണല്ലോ ഫയർ ഫൈറ്റേഴ്സ്, അതുപോലെ സോൾജേഴ്സ്, അവരൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഹൂ ആർ ദ ഹീറോസ് മെൻഷൻഡ് ഇൻ ദ പോം? ലെറ്റ്സ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളതാണ് പോലീസ് മെൻ ആൻഡ് പോലീസ് വുമൻ, പോലീസ് ഡോഗ്. ഇത് 3 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫയർ ഫൈറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ അതൊന്നും റിമൂവ് ചെയ്യാൻ പറ്റിയില്ല. പോലീസ് മെൻ, പോലീസ് വുമൻ ആൻഡ് പോലീസ് ഡോഗാണ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഡു ദീസ് ഹീറോസ് ഡു വെൻ ദേ ആർ കോൾഡ്? അവരെ വിളിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ദേ വിൽ കം ടു റെസ്ക്യൂ അസ് വെൻ ദേ ആർ കോൾഡ്. അവരെ നമ്മൾ വിളിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരും. അതാണ് അതിൻ്റെ മീനിങ്. വൈ ഡു യു തിങ്ക് ദ ഓഥർ കോൾസ് ദീസ് ഹീറോസ് എവറിഡേ ഹീറോസ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ എവറിഡേ ഹീറോസ് എന്ന് വിളിക്കുന്നത്? ദേ ആർ ഓൾവേസ് റെഡി ടു പ്രൊട്ടക്റ്റ്, റെസ്ക്യൂ ആൻഡ് കീപ്പ് അസ് സേഫ്. അവരെപ്പോഴും റെഡിയാണ് നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ രക്ഷിക്കുന്നതിനും നമ്മളെ സേഫായിട്ട് വെക്കുന്നതിനും. അവർക്ക് ഒരു മടിയുമില്ല. ഏത് സമയത്താണല്ലോ, ഏത് പാതിരാത്രി വിളിച്ചാലും അവർ വരും. വാട്ട് ടൈം ഇറ്റ് ഈസ്, ഈവൻ വെൻ ഇറ്റ് ഈസ് ഹാർഡ് ഓർ സ്കെയറി. കഠിനമായ സ്ഥലമാണെങ്കിലും പേടിപ്പിക്കുന്ന സ്ഥലമാണെങ്കിലും പേടിപ്പിക്കുന്ന സാഹചര്യമാണെങ്കിലും അവരെപ്പോഴും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമ്മൾ വിളിച്ചാൽ അവർ വരും. അതാണ് അതിൻ്റെ ആൻസർ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ. 4 ലൈൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ബട്ട് നോ ദേ വിൽ ബി ദെയർ വെൻ ദേ ഗെറ്റ് ദ കോൾ. അപ്പോൾ ഈ 4 ലൈനിൽ ദ വേർഡ്സ് ഓൾ ആൻഡ് കോൾ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ദേ ആർ റൈമിങ് വേർഡ്സ്. അത് റൈമിങ് വേർഡ്സ് ആണ്. അപ്പോൾ ഇതുപോലുള്ള വേറെ റൈമിങ് വേർഡ്സ് പോയെന്ന് കണ്ടുപിടിച്ച് എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. സെർവ് ആൻഡ് ഡിസേർവ് ആണ് 2 വേർഡ്സ് ഉള്ളത്. നിയർ ആൻഡ് ഫിയർ ആണ് അടുത്ത 2 വേർഡ്സ്. മീറ്റ് ദ ഹീറോ.
We have seen many heroes like soldiers, farmers, police officers, artists, and sportsmen. Suppose a police officer from the Janamaitri police station is visiting your school. Prepare some questions to ask him or her. ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് ഒരു പോലീസ് ഓഫീസർ വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് യുവർ ജോബ്? വൈ? താങ്കൾക്ക് താങ്കളുടെ ജോലി ഇഷ്ടമാണോ? എന്തുകൊണ്ട്? അപ്പം ഞാനിനി 2-3 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. വൈ ഡിഡ് യു ബിക്കം എ പോലീസ് ഓഫീസർ? താങ്കൾ എന്തുകൊണ്ടാണ് പോലീസ് ഓഫീസർ ആയത്? ഡു യു ക്യാച്ച് ബാഡ് പീപ്പിൾ? താങ്കൾ മോശം ആൾക്കാരെ പിടിക്കാറുണ്ടോ, അല്ലെ കള്ളന്മാരെ പിടിക്കാറുണ്ടോ എന്ന് ഡയറക്റ്റ് ചോദിക്കാതെയാണ് നമ്മൾ മോശമായ ആൾക്കാരെ പിടിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. ഡു യു ഹെൽപ്പ് ലോസ്റ്റ് ചിൽഡ്രൻ? താങ്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ സഹായിച്ചിട്ടുണ്ടോ, അല്ലെ കാണാതായ കുട്ടികളെ സഹായിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ സേവ്ഡ് സമ്മൺ? നിങ്ങൾ ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ? ഹൗ ക്യാൻ വി സ്റ്റേ സേഫ് ഓൺ ദ റോഡ്? നമുക്ക് എങ്ങനെയാണ് റോഡിൽ സുരക്ഷിതമായി നടക്കാൻ പറ്റുക അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുക? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എ പോലീസ് ഡോഗ്? നിങ്ങൾക്ക് പോലീസ് ഡോഗ് ഉണ്ടോ? ഒരു പോലീസ് നായ നിങ്ങളുടെ സ്റ്റേഷനിലുണ്ടോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു, ദ ബ്രേവ് റാബിറ്റ് ഹൂസ് ഹീറോയിക് ആക്ഷൻ സേവ്സ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഇനി അടുത്തത് നമ്മൾ ഒരു റാബിറ്റിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. റാബിറ്റിൻ്റെ അവസരോചിതമായ ഒരു ഇടപെടൽ മൂലം അവൻ്റെ കൂട്ടുകാരും രക്ഷപ്പെട്ട ഒരു കഥ. ദ ട്രിക്ക് ഓഫ് കിച്ചു എന്നാണ് സ്റ്റോറിയുടെ പേര്. ദ ട്രിക്ക് ഓഫ് കിച്ചു, കിച്ചുവിൻ്റെ ട്രിക്ക്. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മെർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. അപ്പോൾ കിച്ചു റാബിറ്റ് ഒരു പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു. ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്, ലിറ്റിൽ മാർക്കറ്റിലെ ഒരു പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, ക്യാബേജ്, പംകിൻ, ബിറ്റർ ഗോർഡ് ആൻഡ് സ്പിനാച്ച്. അവൻ്റെ കടയിൽ നിറയെ നല്ല തളിര് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരുന്നു, പച്ചക്കറികളായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാരറ്റ്, ക്യാബേജ്, മത്തങ്ങ, കൈപ്പയ്ക്ക, അതായത് പാവയ്ക്ക, ആൻഡ് സ്പിനാച്ച്, ചീര. വൺ ഡേ ചിന്നു, എ ലിറ്റിൽ ഗേൾ, കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. ഒരു ദിവസം ചിന്നു അവൻ്റെ കടയിലേക്ക് വന്നു. ഒരു ചെറിയ കുട്ടിയാണ് ചിന്നു. അവൻ്റെ കടയിലേക്ക് വന്നു, വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടി, പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നു. ഹീ നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിങ് സംതിങ്. ഹീ കുഡിൻറ്റ് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. അപ്പോൾ ഇവൻ എന്താ കണ്ടത്? ഇവൻ ചിന്നു എന്തോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ, കയ്യിൽ എന്തോ പിടിച്ചിരിക്കുന്നത് പോലെ കണ്ടു. പക്ഷെ അവൻ അതെന്താണെന്ന് മനസ്സിലായില്ല. ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസൻറ്റ് ഹാവ് എനി മണി വിത്ത് ഹിം, ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു ആൻഡ് ഗിവ് മീ സം പംകിൻസ്, carrots and beans. When my father gets money, I will pay you and take the mirror back. ഓക്കെ, ചിന്നു സെഡ്. അപ്പോൾ ചിന്നു എന്താ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ കിച്ചു, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി വേണം. നീ ഈ മിറർ നിൻ്റെ കയ്യിൽ വെക്കൂ, എന്നിട്ട് നീ എനിക്ക് കുറച്ച് പംകിനും മത്തങ്ങയും ക്യാരറ്റ്സും കുറച്ച് ബീൻസും ഒക്കെ തരൂ. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഞാനത് കൊണ്ടുവന്ന് തന്നിട്ട് ഈ മിറർ ഞാൻ വാങ്ങിച്ചോളാം. ഈ കണ്ണാടി, മിറർ എന്ന് പറയുമ്പോൾ കണ്ണാടി ഞാൻ തിരിച്ച് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചിന്നു പറയും. കിച്ചു took the mirror from her and carefully placed it in the corner of the shop. അപ്പോൾ കിച്ചു എന്ത് ചെയ്യും? ആ മിറർ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കടയുടെ ഒരു മൂലയിൽ വെക്കും. He gave her all the vegetables she wanted. അവൾക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും കൊടുക്കും. ചിന്നു went back home happily. ചിന്നു വീട്ടിലേക്ക് സന്തോഷത്തോടെ തിരിച്ചുപോയി. കിച്ചു took out the mirror and looked. Hey, what's this? Who is this in the mirror? കിച്ചു അപ്പം എന്ത് ചെയ്തു? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിറർ എടുത്ത് നോക്കി. ഏയ് വാട്ട്സ് ദിസ്? ഇതെന്താണിത്? ആരാണ് ഈ കണ്ണാടിയുടെ ഉള്ളിലുള്ളത്? ഹി വാസ് പ്ലീസ്ഡ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ മിറർ. അവൻ്റെ സ്വന്തം ചിത്രം, ഇമേജ്, സ്വന്തം നിഴൽ ആ കണ്ണാടിയിൽ കണ്ടപ്പോൾ, സ്വന്തം രൂപം ആ കണ്ണാടി കണ്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമായിട്ടാ. ആം ഐ സോ ഹാൻസം? ഹി വണ്ടേർഡ്. അയ്യോ, ഞാൻ ഇത്രയ്ക്ക് സുന്ദരനാണോ? അവൻ അത്ഭുതപ്പെട്ടു. ഹീ സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഫ്രം ദെൻ ഓൺ എവറി മോർണിംഗ്
ഹീ വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ് ലുക്കിംഗ് ഇൻ ദ മിറർ. അവൻ അന്ന് തൊട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യാൻ തുടങ്ങി? ആ മിററിൽ നോക്കി അവൻ്റെ മുഖം അവൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി, തുടച്ച് വൃത്തിയാക്കാനൊക്കെ തുടങ്ങി. ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ രോമമുള്ള മുഖമല്ലേ, അപ്പോൾ അതിങ്ങനെ തുടച്ച് ചീവി വൃത്തിയാക്കുന്നതിനാണ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ്. ആ കണ്ണാടി നോക്കി അവൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഡേയ്സ് പാസ്. നാളുകൾ കഴിഞ്ഞു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞൻ വൂൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. അപ്പോൾ കുഞ്ഞൻ വൂൾഫ് ആരാണത്? കുഞ്ഞൻ ചെന്നായ മാർക്കറ്റിൽ സന്ദർശിക്കാൻ വന്നു. ഹി അറ്റാക്ഡ് ഓൾ ദ ആനിമൽസ് ഇൻ ദ മാർക്കറ്റ്. അവൻ വെറുതെ സന്ദർശിക്കാൻ വന്നല്ല, എല്ലാ മൃഗങ്ങളെ അവൻ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു, അവൻ ഉപദ്രവിച്ചു. ദ ഡീർ, റാബിറ്റ്, ഡോങ്കി ആൻഡ് ഓൾ അതർ ആനിമൽസ് വർ ടെറിഫൈഡ്. എല്ലാ മൃഗങ്ങൾക്കും പേടിയായി. ഡീർ, റാബിറ്റ്, ഡോങ്കി, എല്ലാ മൃഗങ്ങൾക്കും അവന് പേടിയായി. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ഹിസ് അറ്റാക്ക്? എങ്ങനെയാണ് ഇവൻ്റെ അറ്റാക്കിൽ നിന്നും, ഇവൻ്റെ ഈ ആക്രമണത്തിൽ നിന്നും ഞങ്ങൾ രക്ഷ നേടുക? ദേ സ്റ്റാർട്ടഡ് തിങ്കിങ് ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് ഔട്ട് എ വേ. അവരെല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി, പക്ഷെ അവർക്കൊന്നും ഒരു വഴിയും കിട്ടിയില്ല. വൺ ഡേ കുഞ്ഞൻ വൂൾഫ് കെയിം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. ഒരു ദിവസം ഈ കുഞ്ഞൻ വൂൾഫ് കിച്ചു റാബിറ്റിൻ്റെ കടയിലെത്തി. ഹേ കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. കിച്ചു, നിന്നെ ഞാൻ ഇന്ന് ചതച്ച് തിന്നും. ദ ആനിമൽസ് വെർ ഫ്രൈറ്റൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. അപ്പം മൃഗങ്ങളെല്ലാം പേടിച്ചു പോയി, അവരൊക്കെ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു. സഡൻലി കിച്ചു ഗോട്ട് ആൻ ഐഡിയ. പെട്ടെന്നാണ് കിച്ചുക്കൊരു ഐഡിയ തോന്നിയത്. മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. എൻ്റെ കൂട്ടുകാരാ, നീ നിൻ്റെ ട്രിക്കുകളൊന്നും എൻ്റെ അടുത്തെടുക്കണ്ട, നിൻ്റെ അടവുകളൊന്നും എൻ്റെ അടുത്തെടുക്കണ്ട. ഇഫ് യു വാണ്ട് ടു ലിവ്, ഗോ അവേ ഫ്രം ഹിയർ. നിനക്ക് ജീവിക്കണോ, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. ഇതാരാ പറയണത്? നമ്മുടെ കിച്ചു റാബിറ്റാ പറയണത്. വാട്ട് വിൽ യു ഡു? ദ വോൾഫ് ആസ്ക്. നീ എന്ത് ചെയ്യും എന്ന് ചെന്നായി ചോദിച്ചു. ഐ കാൺ ഡു എനിത്തിങ് ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വൂൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. എനിക്കൊന്നും നിന്നെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എൻ്റെ കൂട്ടുകാരനുണ്ട് ജിഗു. ജിഗു കൂട്ടുകാരൻ ഒരു ചെന്നായി തന്നെയാണ്. അവൻ എൻ്റെ കടയുടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഹീ വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. വുഡ് യു ലൈക്ക് ടു സീ ഹിം? അവൻ നിന്നെ കഷ്ണമാക്കി മാറ്റും. നിനക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കിച്ചു റാബിറ്റ് ആസ്റ്റ്. കിച്ചു ചോദിച്ചു. കിച്ചു മുയൽ ചോദിച്ചു. യെസ്, ഷോ മീ യുവർ ജിഗു. ശരി, കാണിക്കടാ നിൻ്റെ ജിഗുവിനെ എനിക്ക്. കുഞ്ഞൻ വൂൾഫ് ഡിമാൻഡഡ്. കുഞ്ഞൻ വൂൾഫ് ഡിമാൻഡ് ചെയ്തു, പറഞ്ഞു, നീ നിൻ്റെ ജിഗുവിനെ എനിക്കൊന്ന് കാണിച്ചു തരൂ. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ. കിച്ചു റാബിറ്റ് എന്ത് ചെയ്തു? അകത്ത് പോയിട്ട് ആ മിറർ എടുത്തിട്ട് വന്നു, കണ്ണാടി എടുത്തിട്ട് വന്നു. ഹീ ബ്രോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുഞ്ഞൻ വൂൾഫ്. കുഞ്ഞൻ വൂൾഫിൻ്റെ മുഖത്തിന് നേരെ കൊണ്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ലുക്ക് ഹിയർ, ഹീ ഈസ് ജിഗു. ഇത് നോക്ക്, ഇതാണ് ജിഗു, കിച്ചു സെഡ്. കിച്ചു പറഞ്ഞു. ഓ, വാട്ട് എ ടെറിബിൾ ഫെല്ലോ ഈസ്. എൻ്റെ അമ്മ, എന്തൊരു സാധനമാണ് ഇവൻ എന്തൊരു പേടിപ്പിക്കണവനാണ്. കാണുമ്പോൾ തന്നെ പേടിയാകും. ഇഫ് ഹി കംസ് ഔട്ട് ഹി വിൽ ഫിനിഷ് മീ. അവൻ പുറത്ത് വന്ന് അവൻ എന്നെ തീർത്ത് കളയും. സീയിങ് ഹിസ് ഓൺ ഇമേജ്, കുഞ്ഞൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് റിയൽ ജിഗു വൂൾഫ്. അവൻ്റെ തന്നെ സ്വന്തം നിഴൽ കണ്ടിട്ട്, ഒരു മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് അവൻ പറയാണ്, അവൻ വിചാരിച്ചു ഇത് ഒറിജിനൽ ജിഗു, ശരിക്കുള്ള ജിഗു ചെന്നായിയാണെന്ന് വിചാരിച്ചിട്ട് ഇവൻ പേടിച്ച് പോകൂട്ടാ. കുഞ്ഞൻ വൂൾഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. അപ്പോൾ അവന് പറ്റണത്ര സ്പീഡിൽ അവൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു. ഹി നെവർ കെയിം ബാക്ക്. അവൻ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. കിച്ചു ബിക്കം എ റിയൽ ഹീറോ. കിച്ചു ഒരു റിയൽ ഹീറോ ആയി മാറി, യഥാർത്ഥ നായകനായി മാറി. ഓൾ ദ ആനിമൽസ് ബിക്കേം ഹാപ്പി. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. CP പള്ളിപ്പുറത്തിൻ്റെ കഥയാണിത്. അടുത്തതായിട്ട് നെക്സ്റ്റ് പേജിൽ വരുന്നത് പിക്ചർ സ്റ്റോറി കാർഡാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഇവൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഇവൻറ്റ് അണ്ടർ ഈച്ച് പിക്ചർ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ അടുത്ത ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഈവൻറ്റ് തന്നിട്ടുണ്ട്, കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ടൈറ്റിലും ഈ കഥയ്ക്ക് ഒരു ഹെഡിങ്ങും കൊടുക്കണം. ഇപ്പോൾ ബിയോണ്ട് ദ റിം അല്ലെങ്കിൽ വീൽസ് ഓഫ് ഗ്ലോറി എന്നാണ് ഞാൻ ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. പ്രിയാസ് മോം ഡ്രോപ്ഡ് ഹെർ അറ്റ് സ്കൂൾ. ഇന്ന് പ്രിയയുടെ ആദ്യത്തെ ദിവസമാണ് സ്കൂളിലുള്ളത്. പ്രിയയുടെ അമ്മ അവളെ കൊണ്ട് സ്കൂളിലാക്കി.
മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹർ ക്ലാസ്മേറ്റ്സ്. മിസ് നീനയാണ് അവളുടെ ടീച്ചർ പ്രിയനെ എല്ലാ ക്ലാസ്മേറ്റ്സിനും പരിചയപ്പെടുത്തി കൊടുത്തു. ഇനിയാണ് നമുക്ക് സ്റ്റോറി എഴുതാനായിട്ടുള്ളത്. അപ്പോൾ ഒരു പിക്ചർ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ആ രണ്ട് പിക്ചറിലുള്ള ഒരു സംഗ്രഹമായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. വീണ ആൻഡ് പ്രിയ സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. വീണയും പ്രിയയും, അപ്പോൾ മറ്റേ കുട്ടിയുടെ പേര് ഞാൻ വീണ എന്നാണ് ഇട്ടിരിക്കുന്നത്. വീണ ആൻഡ് പ്രിയ സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും യൂസ് ചെയ്യാം. വീണ വാസ് ഹാപ്പി ടു ഹെൽപ്പ് പ്രിയ ഇൻ ഓൾ ഹെർ ആക്ടിവിറ്റീസ്. അപ്പോൾ വീണ പ്രിയനെ എല്ലാ ആക്ടിവിറ്റീസിനും സഹായിക്കാൻ വളരെ സന്തോഷമായിരുന്നു. വീണ ഹെൽപ്ഡ് പ്രിയ ഡ്യൂറിങ് ലഞ്ച് ടൈം ടു ഈറ്റ് ഫുഡ്. അപ്പോൾ പ്രിയനെ ലഞ്ച് ടൈമിന് ഫുഡ് കഴിക്കാനൊക്കെ സഹായിക്കുമായിരുന്നു. വീണ ഈവൻ ഹെൽപ്ഡ് ഹെർ ടു വാഷ്റൂം. അപ്പോൾ അവളെ വാഷ്റൂമിൽ പോകാനും കളിക്കാൻ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യണത് വീണയായിരുന്നു. ദേ പ്ലേഡ് ആൻഡ് എൻജോയ് ടുഗെദർ. പ്രിയ ലൈക്ക് ടു പ്ലേ ബാസ്കറ്റ് ബോൾ. ദേ ബോത്ത് പ്ലേഡ് ബാസ്കറ്റ് ബോൾ ഇൻ ദ സ്കൂൾ. അപ്പോൾ പ്രിയക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്യും, അവർ രണ്ടാളും കൂടി ബാസ്കറ്റ് ബോൾ കളിക്കും. അങ്ങനെ നെക്സ്റ്റ് പിക്ചർ കൊടുത്തിരിക്കുന്നത് സീയിങ് പ്രിയാസ് ടാലൻറ്റ് ഇൻ ബാസ്കറ്റ് ബോൾ, ഷീ വാസ് സെലക്റ്റഡ് ഫോർ ദി ബാസ്കറ്റ് ബോൾ മാച്ച് ഇൻ ദ സ്കൂൾ. അപ്പോൾ പ്രിയയുടെ ടാലൻറ്റ്, ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള ടാലൻറ്റ് കണ്ടിട്ട് അവൾ എന്ത് ചെയ്തു, സ്കൂൾ ബാസ്കറ്റ് ബോളിൽ കളിക്കാൻ വേണ്ടി എടുത്തു, മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തു. പ്രിയ ഷോഡ് ഹെർ ടാലൻറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ ആൻഡ് ദേ വോൺ ദ മാച്ച്. അപ്പോൾ പ്രിയ അവളുടെ ടാലൻറ്റ് ആ കോമ്പറ്റീഷനിൽ കാണിച്ചു. അവർ എന്നിട്ട് ഇതിന് ജയിച്ചു. ആ കോമ്പറ്റീഷനിൽ അവർ ജയിച്ചു. ഷീ വാസ് അവാർഡഡ് ദ ബെസ്റ്റ് പ്ലെയർ ടൈറ്റിൽ. പ്രിയാസ് പാരൻസ് ആൻഡ് ഫ്രണ്ട്സ് വർ ഹാപ്പി. അവൾക്ക് ബെസ്റ്റ് പ്ലെയറിൻ്റെ ടൈറ്റിൽ കിട്ടി. എല്ലാവർക്കും സന്തോഷമായി, പാരൻസിനും ഫ്രണ്ട്സിനും ഒക്കെ സന്തോഷമായി. നിങ്ങൾക്കിത് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. ഈ കഥ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എഴുതാം. ലെറ്റ്സ് with language. Here is a word grid. What word can you make from the grid? An example is given for you. Identify other words and circle them. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. യൂണിഫോം എന്നുള്ള ഒരു വേർഡാണ് നമുക്ക് മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം അതല്ലാതെയുള്ള ബാക്കി വേർഡ്സൊക്കെ മാർക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ഒത്തിരി വേർഡ്സ് ഉണ്ട്. ഇതെല്ലാം ഈ 3 ലെസണിൽ നിന്നുള്ള വേർഡ്സാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.